വടകരയിലെ വ്യാജ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അന്വേഷണം ശരിയായ നിലയിലാകണമെന്ന് ഹൈക്കോടതി. അന്വേഷണത്തിൽ ഇടപെടുന്നില്ല. ഹർജിക്കാരന് ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാം. കാലതാമസം കൂടാതെ അന്വേഷണം പൂർത്തിയാക്കാനും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, നമുക്കറിയാം ഈ വടകരയിലെ സ്ക്രീൻഷോട്ട് വിവാദം, അത് വ്യാജ സ്ക്രീൻഷോട്ട് വിവാദം, അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്നതാണ്. ഇത് ശരിയായ നിലയിൽ അന്വേഷണം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിയായ മുഹമ്മദ് ഖാസിം നൽകിയ ഹർജിയിലെ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ സ്ക്രീൻഷോട്ട് സംബന്ധിച്ചുള്ള കേസിൽ അതിന്റെ അന്വേഷണം ശരിയായ ദിശയിലാകണം, ശരിയായ നിലയിലാകണം. അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ അന്വേഷണത്തിൽ ഇടപെടുന്നില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹർജിക്കാരന് ആവശ്യമെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചുകൊണ്ട് നടപടികൾ ആവശ്യപ്പെടാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഹൈക്കോടതി അറിയിച്ചത് വ്യാജരേഖ ചമയ്ക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇടത് സൈബർ ഗ്രൂപ്പുകളിലാണ് ആദ്യം ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷെ അതിന്റെ ഉറവിടം ഇതുവരെ കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. ഈ ഇടത് സൈബർ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ പോരാളി ഷാജി, ആ ഫേസ്ബുക്ക് പേജിന്റെ ഉടമയായിട്ടുള്ള വഹാബിന്റെ ഉൾപ്പെടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും അവ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ മുഹമ്മദ് ഖാസിമിന്റെ അഭിഭാഷകൻ അറിയിച്ചത് ഈ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ച ഫോണുകൾ അത് പിടിച്ചെടുത്തിട്ടില്ല, അവർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് 1000-ലധികം ഫോണുകൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം. അങ്ങനെയെങ്കിൽ മുഴുവൻ ഫോണുകളും പിടിച്ചെടുത്ത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പറയാനായിട്ട് കോടതിക്ക് കഴിയില്ല എന്നാണ്. എന്തായാലും നിലവിൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് അന്വേഷണം കാലതാമസം കൂടാതെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥന് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. വിനോദ്, തീർച്ചയായും വടകര വ്യാജ സ്ക്രീൻഷോട്ട് വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതി വളരെ നിർണായകമായ നിർദ്ദേശം നൽകുന്നത്. അന്വേഷണം കാര്യക്ഷമമായും സത്യസന്ധമായും നടക്കണം. കോടതി ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു പുറത്തു വരികയാണ്. കോടതി നിർദ്ദേശമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.